സാർ നമസ്കാരം. വയനാട്ടിലുണ്ടായ ദുരന്തം സമാനതകളില്ലാത്തൊരു ദുരന്തമാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിർവാഹവുമില്ല. കാരണം ഇനിയും 200-ലേറെ പേരെ കണ്ടെത്താനുണ്ട്. 350 കഴിയാറായി മരണം എന്നുള്ളതാണ്. ഇപ്പോ നമ്മുടെ മോഹൻലാൽ അടക്കമുള്ള നടന്മാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്. വിശ്വശാന്തി ഫൗണ്ടേഷൻ 3 കോടി രൂപ കൊടുക്കുമെന്ന് പറയുന്നു. മോഹൻലാലിന്റെ പേഴ്സണലായിട്ട് 25 ലക്ഷം രൂപ കൊടുത്തു എന്ന് പറയുന്നു. അങ്ങനെ സകല സ്ഥലങ്ങളിൽ നിന്നും പ്രവാഹമാണ്. എല്ലാ ഫണ്ടിന്റെ ആയിരുന്നാലും മറ്റു കാര്യങ്ങളുടെ ആയിരുന്നാലും അവർക്ക് വേണ്ട മറ്റ് കാര്യങ്ങളുടെ ആയിരുന്നാലും. അപ്പോ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ഇന്ന് ഒരു പ്രധാനമായിട്ടുള്ള വാർത്ത പുറത്തു വരുന്നത് ഈ വയനാട്ടിലുണ്ടായ ഈ ഉരുൾപൊട്ടൽ ഉണ്ടല്ലോ. ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിരിക്കുന്നത് മാധവ് ഗാഡ്ഗിൽ പറഞ്ഞതുപോലെ ESZ, എക്കോ സെൻസിറ്റീവ് സോൺ. ഈ എക്കോ സെൻസിറ്റീവ് സോൺ ആണ് വയനാട് മുഴുവനും, ഇടുക്കി മുഴുവനും. അപ്പൊ അതിന്റെ കൃത്യമായിട്ടുള്ള പരിപാലനം വേണം എന്ന് മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു. മാധവ് ഗാഡ്ഗിലിനെ ഇവിടെ നിന്ന് ഓട്ടിച്ചു. ഗാഡ്ഗിൽ റിപ്പോർട്ട് പൂഴ്ത്തി ആ സൈറ്റ് തന്നെ ബാൻ ചെയ്തിരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഗാഡ്ഗിൽ ഇപ്പോഴും പ്രതികരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എനിക്കിത് സഹിക്കാൻ പോലും കഴിയാത്ത ഒരു വസ്തുതയാണ്. കാരണം അവിടെ ഇത്രയും ആൾക്കാർ മരണപ്പെട്ടു എന്ന് അറിഞ്ഞ ആ ഒരു വിഷയം. എന്തിന് ഗാഡ്ഗിൽ പ്രതികരിക്കണം? കാരണം അവിടെയുള്ള ജനങ്ങളുടെ ബൈറ്റ് തന്നെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് സാർ കേൾക്കണം. കേന്ദ്ര കൃത്യമായിട്ടുള്ള വാർണിംഗ് തന്നില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത്. പക്ഷേ ഇതേ മുഖ്യമന്ത്രി തന്നെ മുഖ്യമന്ത്രിയുടെ മുമ്പത്തെ പോസ്റ്റുകളിൽ വയനാട്ടിൽ വലിയ രീതിയിലുള്ള അപകടം വരാൻ പോകുന്ന അവിടെ ആൾക്കാർ മാറി താമസിക്കണം എന്നുള്ള രീതിയിലുള്ള പല വാർണിങ്ങുകളും മുഖ്യമന്ത്രി കൊടുക്കുന്നുണ്ട്. പിന്നെ രണ്ടാമത്തെ കാര്യം, മാധ്യമങ്ങൾ വയനാട് ഇതേ ചൂരൽമല ഈ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായിട്ടുള്ള സ്ഥലത്തുള്ള ജനവാസ മേഖലയിലുള്ള ആൾക്കാർ പറയുന്ന ബൈറ്റുകൾ, അതായത് ഈ ഉരുൾപൊട്ടുന്നതിന്റെ തലേ ദിവസം അവിടെ മഴ പെയ്തിരുന്നു. ആ മഴയിൽ അവർ പറയുന്ന ബൈറ്റുകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. 24 ന്യൂസിലൊക്കെ ഞാൻ കണ്ടതാണ്. അവിടെയുള്ള ഒരാൾ പറയുന്നത് മാറി താമസിക്കാൻ പറഞ്ഞിട്ട് ആരും കേൾക്കുന്നില്ല എന്നാണ് അവർ പറയുന്നത്. ആ ഉരുൾപൊട്ടൽ കഴിഞ്ഞും ഇതേ വ്യക്തിയുടെ ബൈറ്റ് 24 ന്യൂസ് എടുക്കുന്നുണ്ട്. 24 ന്യൂസിൽ അപ്പൊ അയാൾ പറയുന്നുണ്ട്, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതിങ്ങനെ സംഭവിക്കുമെന്ന്, ആരും നമ്മളെ കേൾക്കാനില്ലായിരുന്നു എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പൊ വലിയ ഷോക്കിംഗ് ആണ് ഈ കാര്യങ്ങൾ എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല. ഇപ്പൊ കേന്ദ്രം പറഞ്ഞിരിക്കുന്നത് ഇപ്പോ വെസ്റ്റേൺ ഗട്ട്സിന്റെ എക്കോ സോൺ അല്ല. മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ അതേ സംഭവം തന്നെയാണ് ഈ മൈനിങ്ങും ലാൻഡ് മൈനിങ്ങും. അതായത് മണ്ണ് മാഫിയ, ക്വാറി മാഫിയ, മൈനിങ് മാഫിയ, ഇവരെ എല്ലാം തടയിടാനായിട്ട് വലിയ രീതിയിലുള്ള എന്താണ്, ഇതിനു മുമ്പ് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോ സാറ് പറഞ്ഞതുപോലെ കർണാടക പ്രശ്നം ഉണ്ടാക്കും, അല്ലെങ്കിൽ കേരളം പ്രശ്നം ഉണ്ടാക്കും. ഇനി അത് നടക്കില്ല. കാരണം ജനങ്ങളുടെ ജീവിതം വെച്ച് പന്താടാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറയുന്നു. ഇത് നമുക്കറിയാം. സഹ്യപർവ്വതം എന്ന് പറയുന്ന ആ പർവ്വതം ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുകയാണ്. നിരന്തരം ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നത് ഇന്നും ഇന്നലെയുമല്ല. ഇതിന് തുടക്കമിട്ടത് യഥാർത്ഥത്തിൽ ബ്രിട്ടീഷുകാരാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് ആർക്കും തർക്കമൊന്നുമില്ല. സഖ്യപർവ്വതത്തെ ചൂഷണം ചെയ്യാൻ തുടക്കമിട്ടത് ബ്രിട്ടീഷുകാരാണ്. അപ്പൊ അതേ ഒരു ഫോർമാറ്റ് നമ്മളും തുടർന്നു പോവുകയാണ്. കാരണം ഈ ബ്രിട്ടീഷുകാരാണ് നമ്മളെ ചായ കുടിക്കാൻ പഠിപ്പിച്ചത്, കാപ്പി കുടിക്കാൻ പഠിപ്പിച്ചത്. ഇതെല്ലാം ഈ ബ്രിട്ടീഷുകാരന്റെ സംഭവങ്ങളായിരുന്നു. അപ്പൊ മലയാളി ഇത് അനുവർത്തിച്ചു പോരുകയാണ്. ഇവന്റെ പല കാര്യങ്ങളും അതുപോലെ തന്നെ ബ്രിട്ടീഷുകാരൻ നമ്മുടെ പ്രകൃതിയെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. നമ്മളും അതിനോട് അനുവർത്തിച്ചു പോവുകയാണ്. നമ്മൾ അങ്ങനെ മറ്റൊരു കാര്യങ്ങളും ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ കേന്ദ്രം കൃത്യമായിട്ടുള്ള വാണിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കാര്യങ്ങളൊന്നും നടപ്പിലാവില്ല. നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെയുള്ള മൈനിങ് മണ്ണ് മാഫിയയ്ക്ക് കൃത്യമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകണം, ഇവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. സാറിന്റെ മറുപടി എന്താണ്, ഒരു ടേക്ക് ഇതിൽ? ശരിയാണ് ധനുഷ് പറഞ്ഞ മാതിരി ഇതൊരു ഇക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ, ESA എന്ന് പറയും. അതില് കംപ്ലീറ്റ് ആയിട്ട് ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ എന്താണ്, ഈ മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് തന്നു കഴിഞ്ഞപ്പോൾ ഇതിന് നോട്ടിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടിയാവില്ല. അതിന് മുമ്പ് ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കും. ഞങ്ങൾ ചെയ്യാൻ പോകുന്ന ഇതാണ്, ഈ കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കും. അതിൽ ഇതുവരെ 5 നോട്ടിഫിക്കേഷൻ ഇറക്കി. ഒന്നുമായില്ല. ചർച്ചകൾ. ഒന്നുകിൽ കേരളം ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ കർണാടക ഒബ്ജക്റ്റീവ്, അല്ലെങ്കിൽ മഹാരാഷ്ട്ര ഒബ്ജക്റ്റീവ്. പക്ഷെ ഒരു ഡിസിഷനിലേക്ക് വരില്ല. പക്ഷെ ഈ പറഞ്ഞ മാതിരി ഈ ഒരു ഡിസാസ്റ്റർ നടന്നു കഴിഞ്ഞപ്പോൾ, ഇൻഫാക്ട് ഈ നോട്ടിഫിക്കേഷൻ ജൂൺ 30 ലാപ്സായി കഴിഞ്ഞു. 5ാമത്തെ നോട്ടിഫിക്കേഷൻ. അപ്പൊ തന്നെ 6ാമത്തെ വരേണ്ടതാണ് ജൂലൈ 1. ഇപ്പൊ നമ്മൾ ഓഗസ്റ്റ് എത്തിക്കഴിഞ്ഞു, എന്നിട്ടും ഇതുവരെ വന്നിട്ടില്ല. അതാണ് അതിന്റെ ഏറ്റവും വലിയൊരു സങ്കടം. ശരി, നമ്മൾ അത് നോക്കുമ്പോൾ ഇപ്പൊ എന്താ പറയുന്നത്, ഇത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ഈ ഇനി കൊണ്ട് മുമ്പിലേക്ക് പോകാൻ പറ്റില്ല. അത് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിലെന്താ ചെയ്യാൻ പോകുന്നത്, ഈ നോട്ടിഫിക്കേഷനിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ധനുഷൻ. ഇതിലവർ ക്ലിയർ ആയിട്ട് പറഞ്ഞേക്കണ ഈ ESA നോട്ടിഫിക്കേഷൻ, ദാറ്റ് ഇസ് എൻ എക്കോളജിക്കലി സെൻസിറ്റീവ് ഏരിയ നോട്ടിഫിക്കേഷൻ, ഒന്നിനോ ഫേസ്ഡ് മാനർ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യാൻ പോവാണ്. അല്ലെങ്കിൽ ഒറ്റയടിക്ക് ചെയ്യാൻ പോവാണ് ഞങ്ങൾ. അതിന്റെ അർത്ഥം നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞങ്ങൾ ഒറ്റയടിക്ക് ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ കേൾക്കാൻ റെഡി ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്യാൻ റെഡി ആണെങ്കിൽ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പോവാതെ. ഓക്കെ, രണ്ടും ഒരുമിച്ച് വേണം. ഇതിൽ ഏറ്റവും കാര്യം ഇത് എല്ലാ 6 സ്റ്റേറ്റും അഗ്രി ചെയ്യണം, അല്ലെങ്കിൽ ഇത് പിന്നെ നോട്ടിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ സെൻട്രൽ ഗവൺമെന്റ് ഈ പുതിയ നോട്ടിഫിക്കേഷൻ ഒരു മെയിൻ മാറ്റം എന്താണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ
6 പേര് അഗ്രി ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ ഒരൊറ്റ അടിക്ക് തന്നെ നോട്ടിഫൈ ചെയ്യാൻ പോകും. നിങ്ങൾക്ക് വേണോ വേണ്ട നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ അടി ഉണ്ടാക്കിയിട്ട് ഒരു കാര്യം ഉണ്ടാവും. അതിൽ കേരളത്തിൽ തന്നെ ഓൾമോസ്റ്റ് ഒരു 9,993 സ്ക്വയർ കിലോമീറ്റേഴ്സ് ആണ് നോട്ടിഫൈ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ കേരളത്തിൽ ആർഗ്യൂ ചെയ്യാം, ശരി ഞങ്ങൾ അവിടെ മൈനൊന്നും ഇല്ല ആ സ്ഥലത്ത്, അവിടെ മണ്ണൊന്നും മാന്തുന്നില്ല. ഇപ്പൊ നമ്മൾ ഇന്നലെ തന്നെ തൃശ്ശൂർ അടുത്തൊരു ഏരിയ, ഹില്ലി ഏരിയയെ പറ്റി ഒരു റിപ്പോർട്ട് കണ്ടിരുന്നു, വീഡിയോ കണ്ടിരുന്നു. അകമല അത് അവിടെ കണ്ട നമ്മള് എന്താണ് 32 ഡിഗ്രിയാണ് ഇൻക്ലൈൻ. എന്നിട്ട് അവിടെ അവര് ചെത്തുകയാണ്, കുന്നിനെ ചെത്തുകയാണ് നേരെയാക്കി 90 ഡിഗ്രീസ് വെച്ച്. അപ്പൊ എന്താണ്ടാവുക, മുകളിലുള്ള മണ്ണെല്ലാം ചോട്ടിലേക്ക് വരും, അവിടെ കിണർ കുഴിക്കുന്നു. ഇതാണ് ഇവർ പറയണത്, ഈ നിങ്ങൾ ഇങ്ങനത്തെ ഓരോ പരിപാടികൾ ചെയ്യരുത്, തെർമൽ പവർ പ്ലാന്റ് പാടില്ല എന്നൊന്നും പാടില്ല, ശരിയാണ്. പക്ഷെ ഇവർ ഹൈഡ്രോ പവർ നോക്കി ഉപയോഗിക്കണം. വെള്ളം നിങ്ങൾ സ്റ്റോർ ചെയ്യുമ്പോൾ, നമ്മൾ പണ്ട് കൊയ്ന ഡാമിനെ പറ്റി കേട്ടിട്ടുണ്ട്, മഹാരാഷ്ട്രയിൽ എപ്പോഴും അവിടെ ഭൂകമ്പം വരും ആ ഏരിയയിൽ. എന്താ വരാൻ കാരണം, ഇടുക്കിയിലും കണ്ടിട്ടുണ്ട് ഭൂകമ്പം വന്നത്. ഇതാണ് അതിന്റെ കാരണം. ബിക്കോസ് നമ്മള് ഒരു എക്കണോളജിക്കലി സെൻസിറ്റീവ് ഏരിയ നമ്മൾ അതിനെപ്പറ്റി നോക്കുന്നില്ല, അതിനെ ശരിക്കും പ്രൊട്ടക്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ പർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ, ഈ പറഞ്ഞ 6ാമത്തെ നോട്ടിഫിക്കേഷനിൽ ഈ പറഞ്ഞ മാതിരി 9,993 സ്ക്വയർ കിലോമീറ്റർ 13 ഗ്രാമങ്ങളുണ്ട്. അതിലൊന്ന് നൂൽപ്പുഴയാണ്. ഏത് അന്ന് ഈ ലാൻഡ് സ്ലൈഡ് അടിച്ചു പോയത് ജൂലൈ 30 2 താലൂക്ക് ഉണ്ട് വയനാട്ടിലെ. അതാണ് 2 താലൂക്ക് വയനാട്ടിൽ ഇതിലുണ്ട്. ഇതിൽ ആൾക്കാരെ അവിടുന്ന് മൊത്തം മാറ്റി പാർപ്പിക്കണം എന്നല്ല പറയുന്നത്. ആദ്യം തുടക്കം നിങ്ങൾ ഇത് നോട്ടിഫൈ ചെയ്യുക, എന്നിട്ട് അവിടെ മൈനിങ് ആക്ടിവിറ്റി ടോട്ടലി നിർത്തുക. റെഡ് സോൺ എന്ന് പറയും. അവിടെ വേറെ പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് ഒന്നും പാടില്ല, ഫാർമ മാതിരിയോ വേറെ ഏതെങ്കിലും പൊല്യൂട്ടിംഗ് ഇൻഡസ്ട്രീസ് അവിടെ കൊണ്ട് വെക്കാൻ പാടില്ല, കെമിക്കൽ ഇൻഡസ്ട്രി ഒന്നും പാടില്ല. അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മാതിരി ടൗൺഷിപ്പുകൾ, നിങ്ങൾ ഓരോ ടൗൺഷിപ്പ് പണിതിട്ടൊക്കെയുണ്ട്. ഇപ്പൊ നമ്മൾ കണ്ട ഈ ഇന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യയിൽ വലിയൊരു റിപ്പോർട്ട് തന്നെ വന്നിട്ടുണ്ട് ഇതിനെ പറ്റി. അവിടെ ഓൾമോസ്റ്റ് ഈ പറയുന്ന ഈ കംപ്ലീറ്റ് ഒരു കൺസ്ട്രക്ഷൻ മാഫിയ അവിടെ ടേക്ക് ഓവർ ചെയ്യുന്നു എന്ന് പറയുന്നത്. മെപ്പാടിയിൽ 350 വില്ലേജസ്, 350 ബിൽഡിംഗ് ആണ് ഓരോ കൊല്ലം ഇല്ലീഗലായിട്ട് വരുന്നത്. ഇല്ലീഗലായിട്ട് 2016-17 385 ബിൽഡിംഗ് ഉണ്ടായിരുന്നു മെപ്പാടി പഞ്ചായത്തിൽ. അത് 2017-18 406 കൂടി, 406 ആഡ് ചെയ്തു, 338. ലാസ്റ്റില് 2021 431 ആഡ് ചെയ്തേക്കും. ഈ ബിൽഡിംഗ് എവിടെ കൊണ്ട് പണിയും, ഒരു പണിയുടെ മുഴുവൻ കുന്നിന്റെ സൈഡിലാണ്, ഫൗണ്ടേഷൻ കട്ട് ചെയ്യും. അപ്പൊ മുകളിലുള്ള മണ്ണ് ചോട്ടേക്ക് പോകും. ഈ മണ്ണിനൊരു ക്യാരിങ് കപ്പാസിറ്റി ഉണ്ടാവണം. നമ്മളെ ക്യാരിങ് കപ്പാസിറ്റി കാണാം. അപ്പൊ ഈ നോട്ടിഫിക്കേഷനിൽ ഇനി എവിടുന്ന് വരാൻ പോകുന്നത് വളരെ ക്ലിയർ ആണ്. ഗവൺമെന്റ് വളരെ സീരിയസ് ആണ് ഈ കാര്യത്തിൽ. ബിക്കോസ് ഇനി എന്ത് പറ്റാൻ പോകുന്നത്, ഇവരാരെങ്കിലും ഒബ്ജക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏതോ ഒരുത്തരെയും സുപ്രീം കോടതിയിൽ എവിടെയെങ്കിലും പോകും, ഒന്ന് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിൽ പോകും, അത് വേറെ കാര്യം. പക്ഷേ ഈ പറഞ്ഞ മാതിരി സ്റ്റേറ്റ് ഗവൺമെന്റ് എന്താ ചെയ്യാൻ പോകുന്നത്, അതാണ് മെയിൻ ആയിട്ട് വേണ്ടത്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്താലേ ഈ പറഞ്ഞ മാതിരി 6th ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ സെൻട്രൽ ഗവൺമെന്റ് ഇംപ്ലിമെന്റ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ ഇഷ്ടമില്ലെന്ന് ചോദിക്കാൻ പോകുന്നില്ല ഈ പ്രാവശ്യം. അത് കഴിഞ്ഞു, ആ സമയം കഴിഞ്ഞു അതിന്റെ. അപ്പൊ ഈ മൈനിങ് ആവട്ടെ, ക്വാറിങ് ആവട്ടെ, മണല് വാരലാവട്ടെ, ഈ പൊല്യൂട്ടിങ് ഉണ്ട്, ഇതിനൊക്കെ അടുത്ത 5 കൊല്ലത്തിനുള്ളിൽ ഫേസ് ഔട്ട് ചെയ്യണം. മൈൻ സ്പെഷ്യലി അതിന്റെ ലൈസൻസ് പീരീഡ് കഴിഞ്ഞ് അപ്പൊ തന്നെ സ്ക്രാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ വന്നപ്പോ തൊട്ട് അന്നത്തെ ദിവസം 5 കൊല്ലം വരെ സ്ക്രാപ്പ് ചെയ്ത് കളയാം കംപ്ലീറ്റ് ആയിട്ട്. സമയം ഇമ്മീഡിയറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യണം എന്താ പറയുന്നത്, 5 കൊല്ലം സമയം കൊടുക്കുന്നുണ്ട്. അതുപോട്ടെ, അതിനും മെയിൻ ആയിട്ടുള്ളത് ഇവർ പറഞ്ഞ ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ 60 ദിവസത്തിനുള്ളിൽ ആക്ട് ചെയ്യണം. എന്നാൽ ഗസറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ, അന്ന് ഗസറ്റ് ഇപ്പൊ അടുത്ത 2 ദിവസം വരും, അവിടുന്ന് 2 മാസത്തിനുള്ളിൽ 60 ദിവസം കൊണ്ട് ഇത് ഇംപ്ലിമെന്റ് ചെയ്യണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കിട്ടണം. നിങ്ങൾ ഫീഡ്ബാക്ക് തരുമോ, അല്ലെങ്കിൽ പിന്നെയും നിങ്ങൾ പറഞ്ഞവർ ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ചർച്ച ചെയ്യട്ടെ, അതൊക്കെ കഴിഞ്ഞു. ചർച്ച ചെയ്യാനുള്ള സമയമൊക്കെ കഴിഞ്ഞു. ഇനി ചർച്ച ചെയ്യലൊന്നും പരിപാടിയില്ല. അപ്പൊ ഇതിൽ പറഞ്ഞ കൺസ്ട്രക്ഷൻ പ്രോജക്ട് 20,000 സ്ക്വയർ മീറ്ററിന്റെ കൺസ്ട്രക്ഷൻ അത് പാടില്ല, അതിന് ഒരു റെസ്ട്രിക്ഷൻ വേണം. അതേപോലെ ഡെവലപ്മെന്റ് പ്രോജക്ട്സ് 50 ഹെക്ടറിനെക്കാട്ടും കൂടുതലുള്ള, അല്ലെങ്കിൽ ബിൽട്ടപ്പ് ഏരിയ 1.5 lakh സ്ക്വയർ മീറ്ററിന് ബിൽട്ടപ്പ് ഏരിയ, ഇതെല്ലാം ഫൈനൽ നോട്ടിഫിക്കേഷനിൽ പ്രൊഹിബിറ്റ് ചെയ്യാൻ പോകും. അതിനകത്ത് വലിയ വലിയ കെട്ടിടങ്ങൾ ഇപ്പൊ മൂന്നാറുമാരുടെ സ്ഥലത്ത് വരാൻ പോകുന്നു. ഇപ്പൊ അവിടെ നമ്മൾ കണ്ടതാണ് എന്തൊക്കെ ചെയ്തിട്ട്. അവിടെ ഒരു വെയിറ്റിംഗ്, ഡിസാസ്റ്റർ ഇസ് വെയിറ്റിംഗ് ടു ഹാപ്പൻ എന്ന് പറയും മൂന്നാറിനെ പറ്റിയിട്ട്. അതേ ഇടുക്കിയാണ്, ഇതേ അവിടെ കളിച്ചു വയനാട്ടിലുണ്ടായി. ഇനി ഈ പറഞ്ഞ മാറ്റി നിങ്ങൾ ഇതൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങൾ ഇഗ്നോർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡെഫിനറ്റ് ആയിട്ട് ഇമ്പാക്ട് ചെയ്യാൻ പോവാണ്. ഇൻഫാക്ട് സെൻട്രൽ ഗവൺമെന്റും ഈ എക്സ്പെർട്ട് കമ്മിറ്റിയും ഇത് ഡിസ്കസ് ചെയ്താണ്. ഈ 5ാമത്തെ ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്സിന്റെ കൂടെ 9 പ്രാവശ്യം ഡിസ്കസ് ചെയ്തു, ജാനുവരി 2028 തൊട്ട് മാർച്ച് 2024 വരെ. പക്ഷെ ESA നോട്ടിഫിക്കേഷൻ ഫൈനലൈസ് ചെയ്യാൻ പറ്റിയില്ല. എന്തെങ്കിലും ഒരു ഒബ്ജക്ഷൻ പറഞ്ഞു വരാൻ നിർത്തും. ഇതില് ഈ പറഞ്ഞ മാതിരി ESA എവിടെയും പറയില്ല നിങ്ങൾ അഗ്രികൾച്ചർ എടുത്ത് കളയണം, കൃഷി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടില്ല. അത് ഈ ലാൻഡ് മാഫിയ, മൈൻ മാഫിയ, മണ്ണ് മാഫിയയുടെ ഒക്കെ ഒരു ഗൂഢതന്ത്രമായിരുന്നു. അത്
ഇവർ ഈ കാർഷിക കൃഷി എങ്ങനെ ചെയ്യണം അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് അവിടെ താമസിക്കുന്ന കർഷകരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ള ആ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്തുകൊണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് കുടിയൊഴിപ്പിക്കാൻ പോകുന്ന എന്നുള്ള ഈ ലാൻഡ് മാഫിയ, മൈൻ മാഫിയയുടെയൊക്കെ കൃത്യമായിട്ടുള്ള ആ ഒരു ഗൂഢാലോചനയായിരുന്നു. പക്ഷേ ഈ നമ്മൾ ഈ മൈൻ മാഫിയ എന്നും ക്വാറി മാഫിയ എന്നൊക്കെ പറയുമ്പോൾ ദേ ആർ നോട്ട് നിയർ ക്വാറി മാഫിയാസ് ഓർ മൈൻ മാഫിയാസ്. അവരുടെ പുറകിൽ വലിയ വലിയ രാഷ്ട്രീയ ലോബികൾ, മത ലോബികൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ സ്വാധീനം ഇന്ന് കേരളത്തിൽ അവർക്ക് വരുന്നതും നമ്മുടെ പ്രകൃതി ഇത്തരത്തിൽ ചൂഷണത്തിന് ഇരയാകുന്നതും. പിന്നെ ആ ചൂഷണം പ്രകൃതി ഓവർകം ചെയ്യാനായിട്ട് നമ്മൾ ഈ പ്രകൃതി ഓരോ സമയമാകുമ്പോഴേക്കും അതിന്റെ കൃത്യമായിട്ടുള്ള ഹീലിംഗ് നടത്തുമല്ലോ. ആ സമയത്ത് ഇത്രയധികം മനുഷ്യർ അതിന് ബലിയാടാകേണ്ടി വരുന്നു. അതാണ് ഇപ്പൊ ഇവര് പറയണെന്താ, നിങ്ങൾ കാർഷിക ആക്ടിവിറ്റി നിർത്തണം എന്ന് പറയില്ല ഞങ്ങള്. പക്ഷെ പൊള്യൂട്ടിങ് ഇൻഡസ്ട്രീസ് പാടില്ല. നിങ്ങൾക്ക് എന്താണ് ഈ മൈനിങ് എത്ര? ശരി, കേരളത്തിൽ കരിങ്കല്ല് കുറവാണ്, ഗ്രാനൈറ്റ് കുറവാണ്, ആന്ധ്രയിലുണ്ട് ഇഷ്ടം പോലെ. ഈ പറഞ്ഞ മാതിരി ആന്ധ്രയിൽ ഫ്ലാറ്റ് സർഫേസ് ആണ്. നമ്മുടെ ഈ ചിത്തൂർ, കടപ്പ, അനന്തപൂർ സൈഡ് പോയി കഴിഞ്ഞാൽ മൊത്തം, ഇവൻ ഹൈദരാബാദിലുണ്ട്, കുന്നുകളൊന്നുമില്ല അവിടെ, വലിയ വലിയ കുന്നൊന്നുമില്ല. പക്ഷെ ഗ്രാനൈറ്റ് ഇഷ്ടം പോലെ ഉണ്ട്. ഗ്രാനൈറ്റ് കേന്ദ്രമാണ് ആന്ധ്രയും തെലങ്കാനയൊക്കെ. പക്ഷെ ഇതേമാതിരി കർണാടകം, നിങ്ങൾ അവിടുന്ന് വരുത്തിക്കോളപ്പം. നിങ്ങൾ അവിടുത്തെ ഗവൺമെന്റ് ആയിട്ട് അഗ്രിമെന്റ് സൈൻ ചെയ്ത് എത്ര കരിങ്കല്ല് അവിടുത്തെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ നിങ്ങൾക്ക് വേണം, അതിന് ചെറിയ പീസായാലും വലിയ പീസായാലും എത്ര വേണം. നിങ്ങൾ പച്ചക്കറി മറ്റേ സ്റ്റേറ്റ് വാങ്ങാൻ പറ്റിയെങ്കിൽ നിങ്ങൾക്ക് കരിങ്കല്ല് എന്താ വാങ്ങാൻ പറ്റാത്ത, ഗ്രാനൈറ്റ് അവിടെ. നിങ്ങൾ എന്തിനാ എവിടെ കുഴിക്കുന്നത്? കേരളത്തിൽ എവിടെ ഇക്കോ സെൻസിറ്റീവ് ആയിട്ടുള്ള ഏരിയയിൽ പോകണം നിങ്ങൾ കുഴിക്കുന്നത്? ഇതൊക്കെ തമിഴ്നാട്ടിൽ എത്രയോ സ്ഥലത്തുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങിച്ചോളൂ നിങ്ങൾക്ക്. ഈ ഇവിടെ തന്നെ നിങ്ങൾ മൈനിങ് നടത്തി, എവിടെ തന്നെ നടത്തി, ഞങ്ങൾ എവിടെ തന്നെ കുഴി കുഴിച്ച് ഇതേമാതിരി ദുരന്തം വരുത്തി വെക്കാനാണെങ്കിൽ ഈ എൻവയൺമെന്റൽ ESA ആക്ട് പ്രകാരം ഇനി വരാൻ പോകുന്നത് വളരെ സീരിയസ് ആയിട്ട് കളിയായിരിക്കും ധനുഷ്. ഇനി ഇവരെ കൊണ്ട് പറ്റില്ല, ഇനി അധികം ദിവസം പിടിച്ചെടുക്കാൻ പറ്റില്ല ഈ മാഫിയ. അത് മാഫിയ അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന് പറ്റില്ല. അല്ല, സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ പിറകിൽ ഒരു മാഫിയ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്യില്ലേ സാറേ, തേജസ്വി സൂര്യയുടെ ആ വാക്കുകൾ. നമ്മുടെ വനം മന്ത്രി 2021 പറഞ്ഞത് വയനാട്ടിൽ നിന്ന് 4000 കുടുംബങ്ങളെ ഈ ലാൻഡ് സ്ലൈഡ് പ്രോൺ ഏരിയാസിൽ നിന്ന് മാറ്റി പാർപ്പിക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം, അനധികൃത കുടിയേറ്റം ഒഴിപ്പിക്കാൻ പറ്റാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം റിലീജിയസ് ലോബിയാണ് എന്ന് കൃത്യമായിട്ട് വനം മന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ മുന്നിൽ നിൽക്കുമ്പോൾ ഇത് ഇവരുടെ പിറകിൽ വലിയ ഒരു റിലീജിയസ് ലോബി, രാഷ്ട്രീയ ലോബി എല്ലാവരും നിൽക്കുന്നുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ല. അവരെ എല്ലാം നേരിട്ട് വേണം നമുക്ക് പശ്ചിമഘട്ട സംരക്ഷണത്തിലേക്ക് കടക്കാൻ എന്നുള്ള കാര്യത്തിലും യാതൊരുവിധ തർക്കവുമില്ല. അത് നടന്നില്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന ദുരന്തം ഇതിലും വലിയൊരു ദുരന്തമായിരിക്കും എന്നുള്ള ഇപ്പോഴായിരിക്കുന്നത്. അത്രയധികം മരണം സംഭവിച്ചിരിക്കുന്നു. 345 മരണം, 250 പേരെ കാണാറില്ല, ഏകദേശം 600-ലേറെ സംഖ്യയോട് അടുക്കുന്നു അത്. അപ്പൊ ഇനി വരാൻ പോകുന്ന ദുരന്തം എന്ന് പറഞ്ഞാൽ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള ദുരന്തങ്ങളായിരിക്കും. അതുകൊണ്ട് ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ഈ കാര്യത്തിൽ പിടിമുറുക്കിയാൽ മാത്രമേ കാര്യങ്ങൾ കുറച്ചുകൂടെ സ്റ്റബോൺ ആയിട്ട് മുന്നോട്ട് പോകുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു കർണാടക പ്രകടിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള ഒരു സന്നദ്ധത കർണാടക പ്രകടിപ്പിച്ചിട്ടുണ്ട്. മഹാരാഷ്ട്ര കുറച്ചൊക്കെ അത് നടപ്പിലാക്കി തുടങ്ങി എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം 6 സംസ്ഥാനങ്ങൾക്ക് വിഭവങ്ങൾ നൽകുന്ന 6 സംസ്ഥാനങ്ങളുടെ ഇക്കോളജി ബാലൻസ് ചെയ്യുന്ന ഒരു മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ എന്ന് പറയുന്നത്. അതിന്റെ നാശമെന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ ഒരു ദക്ഷിണേന്ത്യയുടെ പൂർണ്ണമായിട്ടുള്ള നാശത്തിലേക്ക് വഴിവെക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കട്ടെ, ഉടനെ തന്നെ ഇത് നടക്കുമെന്ന് പ്രതീക്ഷിക്കാം. വയനാട്ടിലെ ഈ ദുരന്തം വലിയൊരു ഐ ഓപ്പണർ ആകട്ടെ എല്ലാവർക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നിർത്താം. താങ്ക് യു സോ മച്ച്. നമസ്കാരം.